ഇവിടെ ഒന്ന് പെയിൻറ്റ് കട്ടായിട്ടുണ്ട്, പക്ഷേ പ്രൈമർ കാണാം. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് ഉണ്ട്. ഞാനിത് വേസ്റ്റ് തുണി യൂസ് ചെയ്തുകൊണ്ടാണ്. അതല്ല ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് ക്ലിയറിൽ പിടിച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് നമ്മുടെ പോളിഷിംഗ് മെഷീൻ പാഡൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചസ് ഒക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ ക്ലിയറിൽ വന്നിരിക്കുന്ന സ്ക്രാച്ചസാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഡെൻറ്റ് കിടപ്പുണ്ട്. ആ ഡെൻറ്റ് ഒന്ന് ലെവലാക്കി എടുക്കേണ്ടി വരും. അത് അകത്തിൽ നിന്ന് ഒന്ന് തട്ടി റബ്ബർ ഹാമറിനോ അല്ലെങ്കിൽ തടി എന്തെങ്കിലും റൗണ്ടാക്കി വെച്ച് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതാണ് ഓൾമോസ്റ്റ് ഓക്കെ. അതിനുശേഷം വേണം ഇപ്പോൾ ഇതിലൊരു മാറ്റ് ഫിനിഷ് നടക്കുന്നത്. കാരണം റബ്ബിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ചെറുതായിട്ട് ഫെയ്ഡ് ആവും. അപ്പം ഈ ഭാഗം ചെറിയ ക്ലോസ് ചെയ്യും. ഞാനിപ്പോൾ റബ്ബിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്ത ഭാഗങ്ങളെല്ലാം ചെറിയൊരു മാറ്റ് ഫിനിഷ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് ക്ലിയർ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച മെഗ്യോറിൻ്റെ മിറർ ഗ്ലേസ് പോളിഷോ അല്ലെങ്കിൽ വാക്സ് പോളിഷ് എന്തെങ്കിലും യൂസ് ചെയ്യണം. അപ്പോൾ റബ്ബിംഗ് കോമ്പൗണ്ട് വാങ്ങുന്നവർ മെയിനായിട്ടൊരു വാക്സ് പോളിഷും കൂടി വാങ്ങിച്ചേക്കണം. കാരണം ഫൈനൽ ഫിനിഷിന് എത്തിക്കാനായിട്ട്. അല്ല നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് എടുത്ത് പോളിഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഓക്കെ, അപ്പം റബ്ബിംഗ് കോമ്പൗണ്ട് വാങ്ങുന്നവർ ഒരു വാക്സ് പോളിഷോ അല്ലെങ്കിൽ പോളിഷിംഗ് ലിക്വിഡോ കൂടി വാങ്ങിക്കുക. ഇതിപ്പോൾ ഡോറിൽ ഡെൻറ്റില്ലാത്തതുകൊണ്ട് ഞാനതിൽ ക്ലിയർ പേസ്റ്റ്